ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം. നമ്മളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യും എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നത്. 61,200 റേഞ്ച് ബ്രേക്ക് ചെയ്യും എന്നാണ് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ മാർക്കറ്റ് അത് നമ്മുടെ ഈ 61,200 റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ 1 അവറിലെയും അതുപോലെ തന്നെ 4 അവറിലെയും ഒരു ഡിമാൻഡ് സോൺ ആയിരുന്നു. മാർക്കറ്റ് എക്സാക്റ്റ് ആ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് അഗ്രസീവ് ബൈയിങ് പ്രഷർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നോർമലി നമ്മുടെ ഡിമാൻഡ് സോണിൽ ഒരു ബൈയിങ് പ്രഷറാണ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കിയിരുന്നത് മാർക്കറ്റ് ഒരു 3 തവണ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഇത് ബ്രേക്ക് ചെയ്യും എന്നൊരു വ്യൂവിലാണ് ഓൾറെഡി ഇരുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് വീണ്ടും ഒരു അഗ്രസീവ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഏകദേശം ഒരു 2,700 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം, ഇവിടുത്തെ ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്, ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് തരാം. അതിനുശേഷം ഈ ഒരു കാണുന്ന ഈ ഒരു സോൺ 65,200 അല്ലെങ്കിൽ 300 എന്ന് പറയുന്ന 300 മുതൽ 67,200 വരെ ഡേയുടെ ഒരു സപ്ലൈ സോണാണ്. മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് താഴത്തേക്ക് വരും എന്നുള്ളൊരു വ്യൂ ആണ് നിലവിൽ നമുക്കുള്ളത്. സ്റ്റിൽ നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് തന്നെയാണ്. നിങ്ങളോട് നോക്കി കാണാൻ സാധിക്കും മാർക്കറ്റ് ഒരു അഗ്രസീവ് ബൈയിങ് അല്ല നടന്നിട്ടുള്ളത്. മാർക്കറ്റ് കറക്റ്റീവായിട്ടാണ് മാർക്കറ്റ് ഈ ഒരു സോണിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനർത്ഥം മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത് ഇമ്പൾസീവ് മൊമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റിൽ നമ്മൾ ഈ ഒരു സോണിലൊന്നും ട്രേഡ്സ് എടുത്തിട്ടില്ല. സ്റ്റിൽ നമ്മൾ വെയിറ്റിങ്ങിലാണ്. മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റ് തീർന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡേയുടെ സപ്ലൈ സോണിലേക്ക് എത്തിയതിനു ശേഷം ഇവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ മറ്റ് ട്രേഡ്സുകൾ നോക്കുന്നത്. ഇനി ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടത് വെറും 1000 പോയിൻറ്റിനടുത്താണ്. ഈ 1000 പോയിൻറ്റിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡേയുടെ സപ്ലൈ സോണിൽ ഓൾറെഡി ടാപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നൊരു ബെയറിഷ് വ്യൂ, അതാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റിൽ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അഗ്രസീവ് വിലക്കുമായിരിക്കും. ഈ പറയുന്ന മുകളിലേക്ക് പോകാനെടുത്ത ക്യാൻഡൽസിൻ്റെ ഒരു പകുതി പോലും മാർക്കറ്റ് താഴത്തേക്ക് വരാൻ വേണ്ടി വരില്ല. അപ്പോൾ സ്റ്റിൽ നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഇവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മൾ ഇനിയും മറ്റ് ട്രേഡ്സുകൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്തേറിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്തേറിയത്തിൻ്റെ വ്യൂയുടെ ഓൾറെഡി നമുക്ക് നോക്കാം. എത്തേറിയത്തിലും സ്റ്റിൽ ചെറിയ ബുള്ളിഷ്നെസ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇത് എതേറിയവും ബിറ്റ്കോയിൻ മൂവ് ചെയ്യുന്നതിൻ്റെ വ്യൂവിലായിരിക്കും എത്തേറിയം മൂവ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ ഒരു ചെറിയ ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്, തന്നെ എതേറിയം ഇവിടെ ചെറിയ ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഇപ്പോൾ നിലവിലെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 1829 ആ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തതിന് ശേഷം മേ ബി എന്ത് ചെയ്യാം, മാർക്കറ്റ് താഴത്തേക്ക് വരാം. അതും അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി 1848 ഈ 2 ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം ബിറ്റ്കോയിൻ വ്യൂ താഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലും ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം വലിയ ക്യാപിറ്റൽ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ബിറ്റ്കോയിൻ എടുക്കുന്നതിന് പകരം എതേറിയം എടുക്കാം. അതല്ല എതേറിയം എടുക്കാനുള്ള ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നേരെ സൊലാനയിലോ XRPയിലൊക്കെ നമുക്ക് ട്രേഡ്സുകൾ എടുക്കാമെന്നാണ്. അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള കോയിൻസുകളാണ് സൊലാനോ. XRP ഒക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിന് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ഹ്യൂജ് ക്യാപിറ്റൽ എന്നുള്ള വിഷമമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എതേറിയത്തിലും സൊലാനയിലും XRPയിലൊക്കെ ട്രേഡ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റിൽ നമ്മളെന്തായാലും വെയിറ്റിംഗ് ആണ്. നമ്മളെന്തായാലും മാർക്കറ്റ് ഈ ഒരു സോണിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഈ പറയുന്ന കോയിൻസിലൊക്കെ ട്രേഡ്സ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് സാറ്റർഡേ, അത് കഴിഞ്ഞാൽ പിന്നെ സൺഡേ ആണ്. ഈ 2 ദിവസങ്ങളിലും മാർക്കറ്റിന് വോളിയം കിട്ടാനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. അപ്പം സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സുകൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രീമിയം മൊത്തം DK ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ്സ് എടുക്കുമ്പോൾ അത്യാവശ്യം വോളിയമുള്ള ഇനിയിപ്പോൾ സൺഡേ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ അത്യാവശ്യം വോളിയം വരും. അപ്പോൾ ആ ടൈമിലേക്ക് നമ്മുടെ ഈ സോണിലേക്ക് എത്തിയാൽ നമുക്ക് മറ്റൊരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.